ഹലോ, നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ഒട്ടും പുളിയില്ലാതെ നല്ല ഈസി ആയിട്ട് ഒരു കള്ളപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. കള്ളപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. പച്ചരി എടുത്തപ്പോൾ ഞാൻ ഒരു നുള്ള് ഉഴുന്ന് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പച്ചരി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. പച്ചരിയിലെ അഴുക്ക് മുഴുവൻ പോകുന്നത് വരെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കണം. പച്ചരി നന്നായിട്ട് കഴുകിയെടുത്ത് അതിലെ വെള്ളം മുഴുവൻ ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ഇനി ഈ പച്ചരിയിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ കുറച്ച് കൂടിയെന്ന് കരുതി കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കൂടുകയുള്ളൂ. ഇനി ഇതിലേക്ക് 1 കപ്പ് ചോറ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് കള്ളപ്പത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാര നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിൽ 6 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് കള്ളാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഈ പച്ചരി കുതിരുന്നതിന് വേണ്ടിയിട്ട് ഇത് മുങ്ങിക്കിടക്കുന്നതിന് ആവശ്യമുള്ള കള്ള് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളൊന്ന് ഇളക്കി വെക്കുകയാണ്. ഒരുപാടങ്ങ് നികന്ന് കള്ളൊഴിച്ച് കൊടുക്കണ്ട. ഒരുപാടായാലും നമുക്ക് അപ്പം നന്നായിട്ട് ചുട്ടെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഒരുപാട് വെള്ളമായി പോവും, ലൂസായി പോവും. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ വേണം കള്ളൊഴിച്ച് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതൊരു 4 മുതൽ 6 മണിക്കൂർ വരെ കുതിരാനായിട്ട് അടച്ചു വെക്കാം. ഇനി നമുക്ക് 6 മണിക്കൂർ കഴിഞ്ഞ് കാണാം. നമ്മുടെ അരി നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. അരി, തേങ്ങ, ചോറ്, പഞ്ചസാര, കള്ള് ഇത്രയും ഒഴിച്ച് വെച്ചതായിരുന്നു. ഇനി നമുക്കിത് ആട്ടിയെടുക്കാം. ഇതിൽ വേറെ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ ഈ ഒഴിച്ച് വെച്ചിരിക്കുന്ന കള്ളിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത്. നല്ല നാടൻ കള്ളാണ്, മായമൊന്നും ചേരാത്ത. അപ്പോൾ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം.
കള്ള് തന്നെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ആദ്യത്തെ ട്രിപ്പ് മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. ഇതിലേക്ക് 4-5 ചുവന്നുള്ളി, 1/2 ടീസ്പൂൺ ജീരകം ഒക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. ജീരകം കുറച്ചും കൂടെയൊക്കെ വേണമെങ്കിൽ ആകാം. ഇനി അടുത്ത ബാച്ച് കൂടി നമുക്ക് അരച്ചെടുക്കാം. രണ്ടാമത്തെ ബാച്ചും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ട്രിപ്പ് കൂടി അരച്ചെടുക്കാനുണ്ട്. കുറച്ച് വലിയ പാത്രത്തിൽ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ മാവ് 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും പൊങ്ങി വരും. നമ്മളങ്ങനെ അരിയെല്ലാം അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. 1 മണിക്കൂറിന് ശേഷം പൊന്തി വരും. വല്ലാതെ അങ്ങ് പൊന്തിയിട്ടുണ്ടെങ്കിൽ ഞാനെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കും. കാരണം ഞാൻ നാളെ രാവിലെയാണ് ഇത് അപ്പം ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇതിപ്പം വൈകുന്നേരമായി. ഇപ്പോൾ 5-5:30 മണിയായിട്ടുണ്ട്. മാവ് ഞാൻ കൈകൊണ്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അടച്ച് 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. 8 മണിക്കൂർ വെക്കേണ്ട കാര്യം ഉണ്ടായിട്ടല്ല, എനിക്ക് നാളത്തെ ആവശ്യത്തിനായതുകൊണ്ടാണ് 8 മണിക്കൂർ വെക്കും എന്ന് ഞാൻ പറഞ്ഞത്. ഇത് വല്ലാതെ പൊങ്ങി വരുവാണെങ്കിൽ ഞാൻ അപ്പോഴേ എടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റും. അപ്പോൾ ഇനി നമുക്ക് നാളെ രാവിലെ കാണാം. അപ്പോൾ നമ്മൾ കള്ളപ്പത്തിന് വേണ്ടിയിട്ട് അരി അരച്ച് വെച്ചിട്ട് 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് എങ്ങനെയായെന്ന് നമുക്കൊന്ന് നോക്കാം. മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ മാവ് തയ്യാറാക്കുമ്പോൾ രാത്രിയിൽ അരി വെള്ളത്തിലിട്ടിട്ട് രാവിലെ അരച്ച് വെച്ചിട്ട് തയ്യാറാക്കിയാലും മതി. ഇങ്ങനെ തന്നെ നമ്മൾ പാലപ്പവും ഉണ്ടാക്കാറുണ്ട്. മാവ് നമ്മൾ നന്നായിട്ട് ഉപ്പൊക്കെ ചേർത്ത് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്നുകൂടി ഒന്ന് അടച്ച് വെക്കാനായിട്ട് പോവുകയാണ്. കുറച്ച് സമയം, ഒരു 10 മിനിറ്റ് ഇത് നമുക്ക് അടച്ച് മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്ക് നല്ല രുചികരമായ കള്ളപ്പം ചുട്ടെടുക്കാം. നമ്മുടെ മാവ് ഉപ്പൊക്കെ ചേർത്ത് വെച്ചിട്ട് 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊന്നുകൂടി ഒന്ന് പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചുടാനായിട്ട് തുടങ്ങാം. അപ്പം ഉണ്ടാക്കാനായിട്ട് പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനൊന്ന് നന്നായിട്ട് ചൂടാകട്ടെ. അതിനുശേഷം നമുക്ക് മാവ് കോരി ഒഴിച്ച് കൊടുക്കാം. മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ദോശപ്പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. പാനിൽ ഞാൻ എണ്ണയോ നെയ്യോ ഒന്നും തേക്കുന്നില്ല. ഇത് പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിത് ഹോൾസൊക്കെ വന്നതിന് ശേഷം ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. മറിച്ചിട്ടാണ് നമ്മൾ ഈ അപ്പം തയ്യാറാക്കുന്നത്. ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. നമ്മളൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം അടച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ മറിച്ചിടും. നമുക്ക് മറിച്ചിടാം. മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അടച്ച് വെക്കാതെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത്രയും ബ്രൗൺ നിറം ആകണ്ടെന്നുള്ളവർക്ക് അതിന് മുമ്പ് മറിച്ചിടാം. നല്ല സ്മൂത്ത് സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം റെഡി ആയിട്ടുണ്ട്.
നമുക്കിനി അടുത്ത മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഒരെണ്ണം നമുക്ക് അടച്ചു വെക്കാതെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. നമ്മളിത് അടച്ചു വെക്കാതെയാണ് മറിച്ചിട്ടത്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ കള്ളപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇനി കള്ളപ്പം ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കാനായിട്ട് ശ്രദ്ധിക്കണം. അടച്ചു വെക്കുമ്പോൾ വെള്ളപ്പം ഒന്ന് പൊങ്ങി വരും ചെറുതായിട്ട്. അടയ്ക്കാതെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ പൊങ്ങി വരാൻ സാധ്യത കുറവാണ്. അപ്പോൾ രണ്ട് രീതിയിലും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ല ഒരു വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു.